ഞാൻ ആദ്യമായി മരിച്ചത് നിന്റെ കണ്ണിലായിരുന്നു, പിന്നെ നിന്റെ മൗനത്തിലും, ഒടുവിലൊരു മറക്കണമെന്ന പടിയിറക്കത്തിൻ്റെ വാക്കിലാണ്. ശ്വാസം നിലയ്ക്കാത്ത പല മരണങ്ങൾ കഴിഞ്ഞാണ് നാം യഥാർത്ഥ മരണത്തിൻ്റെ ചുടലപ്പറമ്പിലെത്തുന്നത്. ശ്വാസം നിലയ്ക്കാത്ത പല മരണങ്ങൾ കഴിഞ്ഞാണ് നാം യഥാർത്ഥ മരണത്തിൻ്റെ ചുടലപ്പറമ്പിലെത്തുന്നത്. ലഹരിയിൽ നിന്നും മുക്തനായി കവിത എഴുത്തിൻ്റെയും മറ്റ് രചനകളുടെയും ലഹരിയിലേക്ക് മുങ്ങിത്താഴ്ന്നിരിക്കുകയാണ് കാസർഗോഡ് വേലേശ്വരത്തെ ബിനു. വേൽരൂപങ്ങൾ എന്ന കവിതാ പുസ്തകം പുറത്തിറക്കിയതോടുകൂടി ബിനു ശ്രദ്ധേയനായി. അതിനു മുൻപ് മദ്യത്തിൻ്റെയും മറ്റ് പുകയില ഉൽപ്പന്നത്തിൻ്റെയും ലഹരിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ തുറന്നു ചോദിക്കാം. എങ്ങനെയായിരുന്നു താങ്കൾ ലഹരിയിലേക്ക് വന്നത്? ആ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു? ലഹരിയുടെ പിടിയിലാപ്പെട്ട മദ്യത്തിൻ്റെയൊക്കെ ഒരു തനി നാട്ടുമ്പുറത്തായിരുന്നു ഞാൻ. ഞങ്ങളുടെ നാട്ടിലെല്ലാം പിന്നെ കല്ലിൻ്റെ ചെങ്കൽ മേഖലയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നാട്ടിൻപ്രദേശം, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു കല്ലിൻ്റെ ചെങ്കൽ മേഖലയെ പണിക്കൂടും. അപ്പോൾ സ്വാഭാവികമായി ഞാനും പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ 9നും 10നെല്ലാം തോറ്റു. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ എല്ലാവരും പോകുന്നതാണ് കല്ലിൻ്റെ പണിക്ക് പോയി. അപ്പോൾ ചെങ്കലിൻ്റെ മേഖല ലോഡിങ്ങും ഇവിടെ ഭയങ്കര ഹാർഡ് വർക്കാണ്. വൈകുന്നേരം സ്വാഭാവികമായിട്ട് ഒരു വാക്ക് പറഞ്ഞു, ഇത് വേദന എടുക്കും വരും ഗെയിം എടുക്കുമ്പോൾ 2 അടിച്ചാൽ പാങ്ങാവുന്നു. ആ ഒരു വാക്കിൽ നാട്ടുകിടപ്പ് പോലെ തുടങ്ങിയാണ് എൻ്റെ ജീവിതം നശിക്കാനുള്ള ഒരു കാരണം. തുടക്കം പിന്നെ അതാണ് കള്ളുകുടിയിലേക്ക് ഒരു വീറിൽ തുടങ്ങിയത്. എത്രാമത്തെ വയസ്സിലായിരുന്നു ഇത് ആരംഭിച്ചിരുന്നത് അന്ന് ആ ഒരു സമയത്ത്? ഏകദേശം 18 SSLC കഴിഞ്ഞ പിറ്റേ വർഷം മുതൽ കല്ലിൻ്റെ അപ്പോഴും മദ്യത്തിനടിമയായി. 18 വയസ്സ് മദ്യത്തിനടിമയായി. പിന്നീട് ഇത് തുടർന്ന് വന്നു. പിന്നെ ഒരിക്കലും ഒരു ബിയറിൽ തുടങ്ങി. കാരണം ഒരാഴ്ചക്കുള്ളിൽ പിന്നെ അത് കണ്ടിന്യൂ ആയി സ്ഥിരമായി. അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ജീവിതത്തിന് ഭക്ഷണത്തെക്കാളും പ്രാധാന്യമുള്ള ഒരു അവകാശമാണ്. അതില്ലാതെ പിന്നെ ജീവിതം ഇല്ലാന്ന് ഒരു ഘട്ടത്തിലേക്ക്. പുകയില ഉൽപ്പന്നങ്ങളും എല്ലാം അത്യാവശ്യം നാട്ടിൽ കിട്ടുന്ന എല്ലാം വീടിയടക്കം എല്ലാം ഉപയോഗിച്ചൊരു കാലഘട്ടമാണ്. പിന്നീട് എന്താണ് ശരീരത്തിൽ സംഭവിച്ചത്? സ്വാഭാവികമായി മനുഷ്യൻ്റെ ഭക്ഷണം കഴിക്കാതെ ഉറക്കില്ല, ഉറക്കില്ല. ഇത് കഴിച്ചാൽ ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട. അങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. പാൻക്രിയാസും മറ്റുള്ള വയറുവേദനയെല്ലാമായിട്ട് ആ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ നിരന്തരം കടന്നു പോകും. പക്ഷെ ആ സമയത്ത് കടന്നു പോകുമ്പോൾ ഇതെനിക്ക് മോശം തിരിച്ചത് വരികയും ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റേഷൻ ഒരാഴ്ച നിൽക്കുമ്പോഴേക്ക് വീണ്ടും അതിലേക്ക് തന്നെ അടുപ്പിക്കും എത്തി. അതില്ലാതെ ഉറപ്പില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. കാരണം അതില്ലേ ഞാനില്ല. ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി. ഡി അഡിക്ഷൻ സെൻ്ററിൽ പോകാണ്ട് ആരും നമ്മളെ, കാരണം ഒരു മധ്യമ സമൂഹത്തിലത്തെ വർക്കപ്പെടും. കാരണം ദ്രോഹമായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മളെ നിയന്ത്രിക്കാനും എല്ലാ ആൾക്കാരുണ്ടായി. പിന്നെ ഇതിലേക്ക് എത്തിക്കാനും സ്നേഹത്തോടെ ആരും ഉണ്ടായില്ല. അപ്പോൾ ഇതിലേക്ക് പോയിട്ട് ഞാൻ സ്വയം പിന്നെ കൈവിട്ടു പോയതിൽ ഞാൻ പിന്നെ മദ്യത്തിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ എന്തായാലും തിരിച്ചില്ല. പിന്നീട് ഈ ഒരു ലഹരിയിൽ നിന്ന് മദ്യത്തിൻ്റെ വലിയ ലഹരിയിലേക്ക് അടിമപ്പെട്ട താങ്കൾ എങ്ങനെയാണ് അതിലൊരു പുനർചിന്തനം നടത്തി മുക്തനാവാനുള്ളൊരു ശ്രമത്തിലേക്ക് എത്തിയത്? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? പെട്ടെന്ന് എങ്ങനെ ആ ഒരു മനമാറ്റത്തിൻ്റെ തോന്നലുണ്ടായി ഇതിൽ നിന്ന് മുക്തിയാവണം? മരണത്തിൻ്റെ വക്കിലെത്തിയാണ്. ഡോക്ടറും നാടും ആർക്കും വേണ്ടാത്തൊരവസ്ഥ തന്നെ. അപ്പോൾ ഗുരുതരമായ രോഗം പാൻക്രിയാസ് പിടിപെട്ടിട്ട് അധികം ഞാൻ മരണത്തെക്കുറിച്ച് 2 വരി ഫേസ്ബുക്കിൽ എഴുതും. അധികം നെഗറ്റീവ്. എൻ്റെ വരികളിലെല്ലാം ഞാൻ എഴുത്തുകാരനൊന്നും തുടക്കമൊന്നുമല്ല. അപ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് എന്തായാലും ജീവിതം കഴിയുമ്പോൾ ഇതില്ല എനിക്ക്. എത്രാം ക്ലാസ് വരെയായിരുന്നു പഠനം? ഇത് 9ാം ക്ലാസ്സിന് തോറ്റു. 7 വരെ വേലാശ്വ സ്കൂളിൽ, 8, 9 വെള്ളിക്കോ സ്കൂൾ. നല്ല പഠിക്കുന്ന സ്കൂളിലാണ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ പരാജയപ്പെട്ടു. പഠിക്കാൻ ഇതില്ല. 9ാം ക്ലാസ് വരെ മാത്രം. പിന്നെ 10 വരെ പോയി. അവിടുന്ന് 9ാം ക്ലാസ്സിന് വെള്ളിക്കോ തോറ്റു രാമകൃഷ്ണൻ സ്കൂളിൽ പോയി. അവിടെ നിന്ന് എടുക്കാൻ തയ്യാറായിട്ട്. കാരണം നല്ലൊരു സ്കൂളിൽ നിന്ന് ജയിക്കാതെ വന്ന 9ാം ക്ലാസ് ഒറ്റൊരു വ്യക്തിനെ എടുത്തില്ല. പിന്നെ എല്ലാവരും വന്ന് എടുത്തു. അവിടെ നിന്ന് 10ാം ക്ലാസ്സിന് തോറ്റു. പിന്നീട് അങ്ങനെ മദ്യലഹരിയിൽ ആഴ്ന്നു പോയ മനസ്സിൽ നിന്നും എന്ത് കവിതയാണ് ആദ്യം കുറിച്ചത്? അധികം വിരഹത്തിൻ്റെ കവികളാണ്. ജീവിതം കൈവിട്ടുപോയ അതിനെ കുറിച്ചുള്ള കവിത. അതിന് ജീവൻ നിലനിൽപ്പില്ല. അപ്പോൾ എന്തായാലും മരണത്തെ സ്നേഹിക്കുന്ന വരിക. ആ കവിത ആ ഫസ്റ്റ് എഴുതിയ കവിതകളിൽ നിന്നും ഇത് വന്നില്ല. കാരണം ഫേസ്ബുക്കിൽ എഴുതും. കാരണം അതിനില്ല, കൈവിട്ടുപോയി ജീവിതം. തിരിച്ചില്ല എന്ന് ആ തിരിച്ചറിവിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ നാട്ടുകാരെല്ലാം ഓടി വന്ന ദിവസമുണ്ട്. ഡോറിൽ നിന്നിട്ട് ഞാൻ മരിക്കുന്നിട്ട് എഴുതി ഫേസ്ബുക്കിൽ. അത് കവിത എന്നാണെന്നില്ല, കാരണം ഉള്ളിൽ തോന്നുന്നു എന്തെങ്കിലും എഴുതി. എന്തായിരുന്നു ആദ്യം കുറിച്ച വരികൾ? ഇത് മരണത്തെക്കുറിച്ചുള്ള ഇതന്നെ. ഇനിയില്ല, കൈവിട്ടുപോയ ഇത്. അതിപ്പോൾ റെക്കോർഡിക്കലായിട്ട് എടുക്കാൻ പറ്റാത്തൊരിതായതുകൊണ്ട് അത് സൂക്ഷിച്ച. ബാക്കി മരണം കണ്ടുപോയിട്ടുള്ള പിന്നെ ജീവിതം. ഇപ്പോൾ എത്ര കവിതകൾ എഴുതി? കവിതകൾ എഴുതിയതിന് കണക്കൊന്നുമില്ല. ഇത് ഈ പുസ്തകത്തിൽ തന്നെ 10-40 കവിതകളുണ്ട്. 100-100ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. കവിതകൾക്ക് അതും ഇതില്ല. ഞാൻ ഒരു ദിവസം പോകുന്ന മറ്റുള്ളവരെ കവിതകൾ കണക്കല്ല. ഞാൻ പോകുന്ന ഒരു കാഴ്ച കണ്ടാൽ അവിടെ തന്നെ ഉള്ളിൽ പെട്ടെന്ന് തരും. അവിടെ തന്നെ 1-2 സെക്കൻഡുള്ളിൽ മാക്സിമം എൻ്റെ കവിതയുടെ ഗർഭകാലം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 6 മിനിറ്റ് അങ്ങനെ ഒഴുക്കണ് വന്നു ആ സ്പോട്ടിൽ എഴുതണം. ഇല്ലെങ്കിൽ അത് മാനവും.
താങ്കൾ ഇറക്കിയ വേൽരൂപങ്ങൾ വലിയ രീതിയിൽ കാസർകോട്ടെ സാഹിത്യ ലോകത്തൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. പ്രധാനപ്പെട്ട എഴുത്തുകാർ എല്ലാം തന്നെ പല വേദികളിൽ ചർച്ച ചെയ്തു. ഇപ്പോൾ ഈ പുസ്തകം വെച്ച് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അങ്ങ് നടത്തുന്നുണ്ടല്ലോ. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എക്സൈസ് അടക്കമുള്ള വിഭാഗവുമായി ചേർന്ന് നടത്തി? എവിടെയൊക്കെ പോയി? എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനം? കേരളത്തിലെ ഇത് കാസർഗോഡ് ജില്ലയിലെ പല സ്കൂളിലും എന്നെ ക്ഷണിതായിട്ട് വിളിക്കുന്നത് ഈ കാര്യം പറയാണ്. ഒരാളും ഈ ലഹരിയുടെ രൂപത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് കോളേജുകളിൽ, സ്കൂളുകളിൽ എക്സൈസിൻ്റെയും അവരെ കൂടെ പോവും. പിന്നെ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ പോകും. ലഹരി ബോധവൽക്കരണം. ആ ബോധവൽക്കരണം ആ ക്ലാസ്. എന്താ അവിടെ സംസാരിക്കുന്നത് താങ്കൾ? ഞാൻ കാരണം എൻ്റെ ജീവിതം തന്നെ പറയും. കാരണം ഈ മദ്യത്തിൻ്റെ അഴുക്കുകയിൽ നിന്ന് വന്ന എൻ്റെ ജീവിതം തന്നെ ഞാൻ മറ്റവരോട് പറഞ്ഞതാക്കല്. കാരണം ഒരാളെങ്കിലും എൻ്റെ കഥ കേട്ടിട്ട് ഈ ലഹരിയിൽ നിന്ന് പിന്മാറിയാൽ പറ്റുമെങ്കിലും അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ അധികം പറയല്. പിന്നെ മറ്റുള്ളവരൊക്കെ അക്കാദമിക്കായിട്ട് വലിയ പദസമ്പത്തൊന്നുമില്ല. എൻ്റെ തനി നാടൻ ഭാഷയിൽ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പച്ചക്ക് പറഞ്ഞിട്ട് അതിൻ്റെ ഭീകരത പറഞ്ഞു. കാരണം ഞാൻ സ്വന്തം വീട്ടിൽ പോകാത്തായാലും പീഡിയപ്പുറത്തെല്ലാം കിടന്നിരുന്നാണ് സാഹിത്യത്തിൻ്റെ ഒരു ലോകത്തുമില്ലാത്ത വായന കൊണ്ട് ഞാൻ ഒരു എഴുത്തുകാരനായതും. ശരിക്കും ഒരു വായന, ഈ പുസ്തകം എൻ്റെ കയ്യിലെത്തിയില്ലെങ്കിൽ അന്നേ മണ്ണിൻ്റെ അടിയിലാണ്ട് ഒരു ജീവിതം. എല്ലാവരും കഴിയും. ഡോക്ടറെ ഞാൻ അവസാനം പറഞ്ഞ വാക്ക്, ഇതിന് കുഴിച്ചിട്ട് കള്ള് തൊട്ടോന്ന് പറഞ്ഞിട്ട് അവസാന ഘട്ടത്തിൽ നിന്ന് എന്നെ സ്നേഹിക്കുന്നവർ കൊണ്ടുത്തന്ന ഈ കാഞ്ഞങ്ങാട് നന്മ കൊടുത്തവർ CP ശുഭ ടീച്ചർ, അബ്ദുൽ സലാം, ഹരിനോട് ഇവർ ഒരു നന്മരം കൂട്ടായ്മയുണ്ട് സമൂഹത്തിൽ ചാറ്റ് ചെയ്യുന്ന. അവർ തന്നൊരു പുസ്തകം സ്നേഹസമ്മാനം തുറന്നു നോക്കി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ആ ഒരു പുസ്തകം വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറഞ്ഞ 800 പേജിൻ്റെ പുസ്തകം ഞാൻ എടുത്തിട്ട് ആ വായനയ്ക്ക് വന്ന്. ഈ കാരണം ഉറക്കൊന്നുമില്ല, മദ്യപത്തിൽ നിന്ന് ഹോസ്പിറ്റലിൽ വന്നു. പിന്നെ എന്തായാലും ഉറങ്ങാൻ പറ്റില്ല. ഭീകര സ്വപ്നങ്ങളും മേലെല്ലാം അങ്ങനത്തെ പരക്കും, ഞെട്ടി ഉണരൽ. ശരിക്കും എങ്ങനെ നമുക്ക് ജീവിതത്തിൽ തിരിച്ചെത്താൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. എങ്ങനെ ഇത് ഈ കുറച്ച് കൊണ്ടുവന്നു ഇതിന്റെ ഉപയോഗം ഉണ്ടല്ലോ, ഒറ്റയടിക്ക് അത് കുറക്കാൻ കഴിയില്ലല്ലോ. അല്ല, അത് കണ്ടിന്യൂ ആയിട്ട് മരണത്തിന്റെ വക്കിലെത്തിയല്ലോ. അപ്പോൾ ഹോസ്പിറ്റലൈസേഷന് 2 മാസം 3 മാസം ഇതായി. ഇനി ഇല്ല, തിരിച്ചു വരില്ല. അപ്പോൾ ആ പാൻക്രിയാസിന്റെ ആ ഗുരുതരമായ അവസ്ഥയൊക്കെ മരുന്നിന് ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ആ നാട്ടിലേക്ക് വരുന്നു. ആടുന്ന് ഉറക്കില്ലായിരിക്കുമ്പോഴാണ് ഈ പുസ്തകം ഇവരന്നപ്പോൾ ഈ പുസ്തകം എനിക്ക് നമ്മുടെ പുസ്തകം ഞാൻ തുറന്നു. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഏറ്റവും ഈ കാലങ്ങൾക്ക് മുമ്പേ വരേണ്ട ഒരു ഇതാണ് ശക്തമായ ഈ ഗവൺമെൻറ് പ്രക്ഷോഭങ്ങൾക്ക് എൻ്റെ പൂർണ്ണ പിന്തുണ. കാരണം ഒരു ഓപ്പറേഷൻ തൂഫാനാൽ ചിലപ്പോൾ ഒരു മദ്യത്തിൻ്റെ അടിയപ്പെട്ട എനിക്ക് തിരിച്ചറിയാൻ സ്പേസും കിട്ടീന്. ഇപ്പോഴത്തെ ആധുനികത്തെ MDI ഇതെല്ലാം ഒരു തരത്തിലും അത് അടിയപ്പെട്ട പോലെ രാസലഹരി അവർ തിരിച്ചറിവില്ല ജീവിതം. അത് അവർ തകർക്കുന്ന അവരെ മാത്രം ജീവിതമല്ല, ആ കുടുംബത്തിലെയും ഒരു സമൂഹത്തിൻ്റെ ജീവിതം മൊത്തമാണ് ഇപ്പോഴത്തെ രാസലഹരി തകർക്കുന്നത്. അത് ഏറ്റവും വലിയ ഭവിഷ്യത്തായിട്ട് കാണുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും ആയിട്ട് പോകണമെന്നാണ് ഏറ്റവും നല്ല പരിപാടി സമൂഹത്തിന് ഈ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും നല്ല പരിപാടിയായിട്ട്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ബോധവൽക്കരണത്തിന് പോയോ ഇതുവരെ? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. മത്സ്യൻ്റെ പരിപാടി പ്രോഗ്രാമായിട്ട് ഇപ്പോൾ ബാക്കി ഏത് സാഹിത്യ പരിപാടികളായിട്ടും തിരക്കാണ്. ബോംബെയിൽ, ഗോവയിൽ, പിന്നെ സാഹിത്യ അക്കാദമിയിൽ, അങ്ങനെ സ്കൂൾ തലത്തിൽ പോകുന്നത്. ഞാൻ പോകുന്നത് ഇതിനെതിരെ പ്രചാരകനായിട്ടുണ്ട്. ഞാൻ ലഹരിക്കെതിരെ പോകണം. കാരണം എൻ്റെ ജീവിതത്തിൽ തിരിച്ച അക്ഷരങ്ങൾ വായനയാണ്. പിന്നെ അതിനു മുമ്പ് എനിക്ക് ലഹരിയുടെ സംഘർഷ ലഹരിയാണ്. ഞാൻ അടിച്ച മദ്യം മറ്റുള്ളവരുടെ അനാവശ്യം അവർ മേക്കിട്ട് കയറൽ, ഞാൻ പോകുന്നിടത്തൊരു ഇതാക്കൽ, ആ സംഘർഷങ്ങളിൽ ഞാൻ പ്രതിയാവല്. ഇപ്പോൾ ഞാൻ ഇന്ന സമാധാനത്തിൽ ലഹരി തന്നെ വായനയാണ്. ഈ വായന സമാധാനത്തിൽ ലഹരിയാണ് ഞാനൊരു എഴുത്തുകാരനാക്കിയും ജീവിതത്തിൽ ഇപ്പോൾ എവിടെ ഒരു സാംസ്കാരിക സദസ്സ് ഉണ്ടാകുമല്ലോ, നാട്ടും പുറത്തൊരു പരിപാടിയിലുണ്ടാകും, അതിലൊരു ഇതായിട്ട് തന്നെ കേൾക്കും. ഒരു കാലത്ത് ഞാൻ ഈ ഉപയോഗിക്കുന്ന സമയത്ത് എന്നെ പുച്ഛിച്ച് അതിൻ്റെ പേര് പറയുമ്പോൾ കറക്കിച്ച് തുപ്പിയെടുക്കുന്നതാണ് ഈ പുസ്തക വായന കൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ നിലയിലേക്കും ഒരു പേരെടുത്തൊരു വ്യക്തി. കേരളത്തിലും എൻ്റെ നാടിൻ്റെ പേര് തന്നെ ഞാൻ പുറത്തെത്തിക്കാനായത് ഈ വായന എന്ന ലഹരിയാണ്. അതുകൊണ്ട് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് ഏറ്റവും വലിയ ലഹരിയാണ് വായന, കളിക്കളങ്ങൾ സ്നേഹിക്കുക, അങ്ങനത്തെ മറ്റുള്ള ലഹരിയിലേക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ ഇതുവരെ അടിച്ചൊരു മദ്യത്തിനും തരാത്ത ലഹരിയാണ് ഇപ്പം ഞാൻ ഇതാക്കുന്നത്. ഈ പുസ്തകങ്ങൾ ലഹരിയും അങ്ങനത്തെ അങ്ങോട്ട് പോകുന്നത്. ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം മുഴുവൻ മദ്യാസക്തിയിൽ മുഴുകി, അതുപോലെ തന്നെ മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ലഹരിയുടെ പിടിയിലമർന്ന് ആരോഗ്യം ക്ഷയിച്ചു, നല്ല രീതിയിൽ ആരോഗ്യത്തിനെ ബാധിച്ചു എന്നൊരു അവസ്ഥയിൽ നിന്നും പുനർവിചിന്തനം നടത്തി എഴുത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വന്ന് എഴുത്തിൻ്റെ ലഹരി ഇന്ന് വലിയ ആശ്വാസം നൽകുന്നു എന്നാണ് വിനു വേലേശ്വരം നമ്മോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഓപ്പറേഷൻ തൂഫാന് എല്ലാവിധ ആശംസകളും ഇദ്ദേഹം നേരുകയാണ്. ഇത് വളരെ മുൻപേ തന്നെ തുടങ്ങേണ്ട ഒരു പരിപാടിയായിരുന്നു എന്നുകൂടി ശ്രീ വിനു വേലേശ്വരം ഈ അവസരത്തിൽ പറയുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കവിത കൂടി നമുക്ക് കേൾക്കാം. കൊഴിഞ്ഞ തൂവലിനെ ഓർത്ത് പക്ഷി വിലപിക്കാറില്ല. ഇനി പറക്കേണ്ട ഉയരങ്ങളെക്കുറിച്ചാണ് പിന്നെയും പക്ഷിയില്ല. ഒരു തണ്ട് വാടിയാൽ
മരം കരയാറില്ല. മറുതണ്ട് തളിർപ്പിക്കാൻ വേര് പൊരുതും. മഴ തോർന്ന് അകം ശൂന്യമായാൽ ആകാശം ഇന്നേ വരെ കണ്ണീർ പൊഴിച്ചിട്ടില്ല. കാർമേഘവൃഷ്ടിക്കായി വീണ്ടും കോപ്പുകൂട്ടും. അസ്തമനത്തിലൊരിക്കലും അർക്കന് അകന്നൊന്നിട്ടില്ല. തീവ്രമോഹങ്ങളെ കനലാക്കി വീണ്ടും ഉദിക്കും. അസ്തമനത്തിലൊരിക്കലും അർക്കന് അകന്നൊന്നിട്ടില്ല. തീവ്രമോഹങ്ങളെ കനലാക്കി വീണ്ടും ഉദിക്കും. ഒരു ചെറുതരി വെട്ടം അണഞ്ഞാൽ മനുഷ്യർ നിശ്ചല ദുഃഖത്തിൽ പതറുന്നതെന്തിന്? ഒരു ചെറുതരി വെട്ടം അണഞ്ഞാൽ മനുഷ്യർ നിശ്ചല ദുഃഖത്തിൽ പതറുന്നതെന്തിന്? സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ നിയമപാലകരുടെ വലിയ സേവനങ്ങളിലൂടെ, പരിശോധനകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിന് വലിയൊരു പിന്തുണ നൽകുന്നതാണ്. അതിന് വലിയൊരു കരുത്തു പകരുന്നതാണ്. സമൂഹത്തിലേക്ക് കരുത്തു നൽകുന്നതാണ്. വിനു വേലേശ്വരം ഈ സമയം നമ്മോടൊപ്പം പങ്കുവെച്ച അനുഭവങ്ങൾ. ഇത്തരം ആളുകളുണ്ടെങ്കിൽ അവരും ലഹരിയിൽ നിന്നും മുക്തരായി വരട്ടെ. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.